പ്രിയ ബഹുമാനപ്പെട്ട സീനിയർ അസിസ്റ്റൻ്റ് ജോസഫ് മണിയഞ്ചേരി അച്ച, പ്രിയപ്പെട്ട പോൾ കുന്നുംപുറത്തച്ച, പ്രിയപ്പെട്ട കൈക്കാരന്മാരെ, യോഗം സെക്രട്ടറി ശ്രീ ബെന്നി കോച്ചേരി, ഏറ്റവും പ്രിയപ്പെട്ട പത്രപ്രവർത്തകരെ, നിങ്ങളെല്ലാവരെയും ഏറ്റവും ഹൃദയപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ഈ സമ്മേളനത്തിൻ്റെ കാരണങ്ങളെല്ലാം നിങ്ങൾക്കറിയാം. നിങ്ങൾ വർഷങ്ങളായിട്ട് ഈ കാര്യങ്ങളെല്ലാം ചിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നവരാണ്. ഇന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്ന പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഒന്നാമത്തേത് കുറവലങ്ങാട് പള്ളിയിലെ ചരിത്രപ്രസിദ്ധമായ കേരളം ഒട്ടാകെ ശ്രദ്ധിക്കുന്ന ഈ തിരുനാളിനെ കുറിച്ച് പറയുവാൻ വേണ്ടിയിട്ടാണ്. എല്ലാ വർഷവും കുറവലങ്ങാട് പെരുന്നാൾ കപ്പൽ പ്രദക്ഷിണത്തിൻ്റെ പേരിലും വലിയ ബൃഹത്തായ തനിമയാർന്ന പ്രദക്ഷിണങ്ങളുടെ പേരിലും ഇവിടെ ഇതിൽ പങ്കെടുക്കുന്ന ജനബാഹുല്യത്തിൻ്റെ പേരിലുമെല്ലാം കേരളം ഒട്ടാകെ ശ്രദ്ധിക്കപ്പെടുന്നതാണ്. ഈ വർഷം അതിലേക്ക് ഒരു കാര്യം കൂടി ഞങ്ങൾ കൂട്ടിച്ചേർക്കുകയാണ്. ഈ ഇടവക അതിൻ്റെ ചരിത്ര വഴികളിലേക്ക് ഒരു മടങ്ങിപ്പോക്ക് നടത്തുന്ന വർഷം കൂടിയാണ്. 3 നോമ്പ് എല്ലാവർക്കും തന്നെ അറിവുള്ളതുപോലെ 3 ദിവസത്തെ നോമ്പാചരണമാണ്. ഇത് നിനിവേ നിവാസികളുടെ നോമ്പിനെ അനുസ്മരിപ്പിക്കുന്ന ഒരു നോമ്പാണ്. ഈ നോമ്പ് നിനിവേ നോമ്പാണെങ്കിൽ പോലും ഇവിടുത്തെ നോമ്പാചരണത്തിന് ഒരു തിരുനാളിൻ്റെ പ്രൗഢിയും ആർഭാടവും എല്ലാം കൂടി ഉള്ളതാണ്. എന്നാൽ പൂർവ്വകാലങ്ങളിൽ ഈ നോമ്പ് അതികഠിനമായ തപശ്ചര്യയുടെ 3 ദിവസങ്ങളായിരുന്നു. 3 ദിവസത്തെ കഠിനമായ തപശ്ചര്യയും പ്രാർത്ഥനകളും ബാവൂസ നമസ്കാരം, ബാവൂസ പ്രാർത്ഥനകൾ, ബാവൂസാദ് നിനിവായെ എന്ന് വിളിക്കപ്പെടുന്ന പ്രാർത്ഥനകൾ രാവും പകലും ആളുകൾ ഒന്നു ചേർന്ന് പള്ളിയിൽ ചൊല്ലുന്ന, പള്ളിക്ക് ചുറ്റും താമസിച്ചുകൊണ്ടും ഒക്കെ ചൊല്ലുന്ന പതിവാണ് ഉണ്ടായിരുന്നത്. അത് പിൽക്കാലത്ത് നിന്നുപോയി. ആ നിന്നുപോയ കാര്യങ്ങളെല്ലാം വീണ്ടും അത് കണ്ടെത്തി പുനഃസ്ഥാപിക്കണം എന്നുള്ള പാലാരൂപതയുടെ അഭിമന്യ പിതാവ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവിൻ്റെ കഴിഞ്ഞ വർഷത്തെ ആഹ്വാനത്തെ ഏറ്റെടുത്തുകൊണ്ട് ഇവിടുത്തെ ഇടവക പള്ളി യോഗത്തിൻ്റെ നിർദ്ദേശത്തെ തുടർന്ന് പരിശ്രമിച്ചിരിക്കുകയാണ്. അത് ഞങ്ങൾ ആ പുരാതനമായ പ്രാർത്ഥനാ ഗ്രന്ഥം കണ്ടെടുത്ത് അത് മലയാള ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത് ഇപ്രാവശ്യത്തെ 3 നോമ്പോടുകൂടി ഞങ്ങളത് പുനരാരംഭിക്കുന്നു എന്നുള്ളത് ഈ വർഷത്തെ 3 നോമ്പിൻ്റെ വലിയൊരു പ്രത്യേകതയാണ്. ബാവൂസാദ് നിനിവായെ പുനരാരംഭിക്കുന്നു. കുറവലങ്ങാട് ആയിരക്കണക്കിന് വർഷങ്ങൾ ചെയ്തു പോയെന്ന പ്രാർത്ഥനകൾ ഇടമുറിഞ്ഞു പോയത് ചരിത്രത്തോട് ഞങ്ങൾ കൂട്ടിപ്പിടിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഈ ഇടവകയിലെ ബഹുമാനപ്പെട്ട അച്ഛന്മാരോടൊപ്പം കൈക്കാരന്മാരുടെയും യോഗപ്രതിനിധികളുടെയും കുടുംബ കൂട്ടായ്മ ഭാരവാഹികളുടെയും എല്ലാം നേതൃത്വത്തിലാണ് ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അതാണ് ഇപ്രാവശ്യത്തെ തിരുനാളിൻ്റെ ഒരു തനതായ പ്രത്യേകത. മറ്റു കാര്യങ്ങൾ ഈ 3 നോമ്പിനോടനുബന്ധിച്ചുള്ള ബാവൂസ ശുശ്രൂഷ 3 നോയമ്പിൻ്റെ 3 ദിവസങ്ങളിലും ഉച്ചയ്ക്ക് മുൻപ് ഉച്ചയ്ക്ക് ശേഷം ഓരോ മൗത്വാകൾ എന്ന രീതിയിലാണ് 1 മണിക്കൂറോളം ദീർഘിക്കുന്ന ഒരു പ്രാർത്ഥനാ ശുശ്രൂഷയാണത്. അത് ഈ പ്രാവശ്യം 3 ദിവസങ്ങളിൽ ഉണ്ടായിരിക്കും. 4-ാമത്തെ ദിവസത്തിനും പ്രാധാന്യമുണ്ട്. 3 ദിവസത്തെ നോമ്പിന് ശേഷമുള്ള കൃതജ്ഞതാ സമർപ്പണ ദിനമാണ് അവസാനത്തെ ദിവസം. അതുകൂടി കൂട്ടിച്ചേർത്താണ് ഇപ്രാവശ്യം ഈ 3 നോമ്പാചരണം ക്രമീകരിച്ചിരിക്കുന്നത്. പതിവ് പോലെയുള്ള എല്ലാ കാര്യങ്ങളും ഈ 3 നോമ്പിനോടനുബന്ധിച്ചുണ്ട്. 26-ാം തീയതി രാവിലെ 8:30 വിശുദ്ധ കുരിശിൻ്റെ തിരുശേഷിപ്പ് പരസ്യ വണക്കത്തിന് പ്രതിഷ്ഠിക്കും. ആണ്ടുവട്ടത്തിൽ 2 ദിവസം മാത്രമാണ് ഈ കുരിശ് പൊതുജന വണക്കത്തിന് വേണ്ടിയിട്ട് സമർപ്പിക്കുന്നത്. അതിനുശേഷം അത് മാർത്തോമാ ശ്ലീഹ പേടകത്തിലേക്ക് അത് തിരിച്ച് വയ്ക്കുകയും ചെയ്യുന്നതാണ്. അത് പതിവ് പോലെ 26-ാം തീയതിയാണ്. 27-ാം തീയതി പ്രധാന തിരുനാൾ ദിവസമാണ്. അന്ന് രാവിലെ പതിവ് പോലെ ബാവൂസ നമസ്കാരമുണ്ട്. തുടർന്ന് പാലാരൂപതയുടെ അഭിമന്യ മേലധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവിൻ്റെ കാർമ്മികത്വത്തിലുള്ള വിശുദ്ധ കുർബാനയാണ് തിരുനാളിൻ്റെ ഏറ്റവും വലിയ ആരാധന. തുടർന്നാണ് ചരിത്രപ്രസിദ്ധമായ കപ്പൽ ഓട്ടം നടത്തുന്നത്. കടപ്പൂർ നിവാസികളാണത് ചെയ്യുന്നത്. ആ കടപ്പൂർ നിവാസികൾ ഉൾപ്പെടെയുള്ള ഈ പള്ളിയിലെ തിരുനാളുകൾക്ക് പ്രത്യേകമായ അവകാശങ്ങളുള്ള കരക്കാറുണ്ട്. കടപ്പൂർ കരക്കാർ, കാളികാവ് കരക്കാർ, അതുപോലെ ചില കുടുംബങ്ങളുണ്ട് അവകാശങ്ങൾ സിദ്ധിക്കുന്നവർ. പ്രധാനമായിട്ടും കരോട്ടെക്കുന്നേൽ കുടുംബം, അതുപോലെ കുറവലങ്ങാട് കരക്കാർ ഉൾപ്പെടുത്തുന്ന ഈ കരോട്ടെക്കുന്നേൽ കുടുംബം, അതുപോലെ കണിവേലിൽ കുടുംബം, പള്ളിയിലെ കുടകൾ എടുക്കാൻ അവകാശമുള്ള കുടുംബങ്ങൾ. ആ കുടുംബങ്ങളുടെ എല്ലാം മീറ്റിംഗ് ഇവിടെ ഓൾറെഡി സംഘടിപ്പിച്ചു കഴിഞ്ഞു. അവർ എല്ലാവരും വളരെ ചിട്ടയോടുകൂടി ഈ വർഷവും ആ കാര്യങ്ങൾ മുൻ വർഷങ്ങളെക്കാൾ കുറെ കൂടി മെച്ചപ്പെട്ട തരത്തിൽ ഈ കാര്യങ്ങളെല്ലാം നിർവഹിക്കുന്നതാണ് എന്നിവിടെ അറിയിക്കുകയുണ്ടായി.
അതിനുശേഷം അവർക്കെല്ലാം നൂറ്റാണ്ടുകളായി നൽകിപ്പോരുന്ന അവകാശങ്ങൾ കൈക്കാരന്മാർ പള്ളിയുടെ ആനവാതുക്കൽ വെച്ച് കൊടുക്കുകയും ചെയ്യുന്നതാണ്. അവസാനത്തെ ദിവസം ഈ 3 നോയമ്പിൻ്റെ ഏറ്റവും അവസാനത്തെ ദിവസം എന്ന് പറയുന്നത് വ്യാഴാഴ്ചയാണ്. വ്യാഴാഴ്ച രാവിലെ ഇടവകയിലെ എല്ലാ വൈദികരും ചേർന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കുകയും യോഗ പ്രതിനിധികൾ എല്ലാവരും ചേർന്ന് ആ ഒരു കൃതജ്ഞതയുടെ അടയാളമായിട്ട് നേർച്ച വിളമ്പുകയും ചെയ്യുന്നതാണ്. അങ്ങനെ ഒരു പുതുമയാർന്ന രീതിയിലാണ് ഈ വർഷത്തെ 3 നോമ്പ് നടത്തുന്നത്. കേരളൊട്ടാകെ നിന്നുമുള്ള നാനാജാതി മതസ്ഥരായ ആളുകൾ മുത്തിയമ്മയുടെ പക്കലേക്ക് ഓടി കൂടുന്ന സന്ദർഭമാണ്. അതിനുവേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളെല്ലാം ഞങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇവിടെ ഉദ്യോഗസ്ഥ കോൺഫറൻസ് ബഹുമാനപ്പെട്ട MLA അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് RDO വഴിയായിട്ട് വിളിച്ചു ചേർക്കുകയുണ്ടായി. വിപുലമായിട്ട് എല്ലാ ഉദ്യോഗസ്ഥന്മാരും അതിൽ പങ്കെടുത്ത ഓരോ ഉദ്യോഗസ്ഥന്മാരും അവരുടെ വകുപ്പ് തലങ്ങളിലെ എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഏതാണ്ട് അത് പൂർത്തിയായിട്ടുണ്ട്. ഇനി അതിൻ്റെ ഒരു അവലോകന മീറ്റിംഗ് അടുത്ത ദിവസം ഒരുമിച്ച് കൂടുന്നതാണ്. അതുപോലെ പള്ളിയിലെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ, നിരവധി വോളണ്ടിയേഴ്സിൻ്റെ കമ്മിറ്റികൾ, വിവിധ സമിതികൾ, ഇതെല്ലാം നിരവധി വട്ടം കൂടിച്ചേരുകയും ഊനമറ്റ രീതിയിലുള്ള പെരുന്നാളിൻ്റെ ക്രമീകരണങ്ങളിലൂടെ വരുന്ന 10,000-കണക്കിന് ആളുകൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ ഈ തിരുനാളിൽ പങ്കെടുക്കാനായിട്ട് കഴിയുന്ന തരത്തിലുള്ള ഭൗതികമായ ക്രമീകരണങ്ങളെല്ലാം കൈക്കാരന്മാരുടെ നേതൃത്വത്തിൽ ക്രമീകരിച്ചു കഴിഞ്ഞു. അതുപോലെ അതിൽ ബന്ധപ്പെട്ട കമ്മിറ്റികളെല്ലാം അവർ ചെയ്യേണ്ടുന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിനോടകം പൂർത്തിയാക്കിയിട്ടുണ്ട്. തിരുനാൾ ദിവസങ്ങളിലേക്ക് അടുക്കുകയാണ്. എല്ലാവരെയും കേരളത്തിൻ്റെ അങ്ങ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ഭാഗത്തു നിന്നുള്ള അപാലവൃന്ദം ജനങ്ങൾ ഇതിൽ പങ്കെടുക്കേണ്ടതാണ്. അവർക്കുള്ള യാത്രാ സൗകര്യങ്ങൾ, ട്രാൻസ്പോർട്ട് ബസ്സുകൾ, പ്രത്യേക സർവീസുകൾ നടത്തുന്നതാണ്. എല്ലാ ബസ്സുകളും പള്ളിയുടെ മുൻപിൽ വരെ അതിൻ്റെ സർവീസ് നടത്തുന്നുണ്ട്. അതുകൂടാതെ തന്നെ എല്ലാ ട്രെയിനുകളും, പാസഞ്ചർ ട്രെയിനുകളും അപ്പാഞ്ചിറ വൈക്കം റോഡ് സ്റ്റേഷനിൽ നിർത്താനായിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ അതിൻ്റെ അപേക്ഷകളെല്ലാം MP-മാർക്ക് എല്ലാം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ ഭാഗത്തു നിന്ന് വരുന്ന ആളുകൾക്കുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ ചെയ്തു തരുന്നതാണ്. ദൂരദേശങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾക്ക് വളരെ അത്യാവശ്യമായിട്ട് വരികയാണെങ്കിൽ താമസിക്കാനുള്ള സൗകര്യവും പള്ളി ക്രമീകരിക്കുന്നുണ്ട്. ആ തരത്തിൽ വേണ്ട ക്രമീകരണങ്ങളെല്ലാം ചെയ്തിരിക്കുകയാണെന്നുള്ളതാണ് തിരുനാളിനെ കുറിച്ച് പറയാനുള്ളത്. തിരുനാളിന് ഒരുക്കമായിട്ടുള്ള സഭൈക്യ വാരാഘോഷം കഴിഞ്ഞ ഞായറാഴ്ച മുതൽ പകലോമറ്റം തറവാട് പള്ളിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിവിധ സഭകളിൽ നിന്നുള്ള യാക്കോബായ ഓർത്തഡോക്സ്, മാർത്തോമ, അതുപോലെ കൽദായ സഭ തുടങ്ങിയ വിവിധ കനാനായ സഭ, മലങ്കര കത്തോലിക്ക സഭ തുടങ്ങിയ വിവിധ സഭകളിൽപ്പെട്ട വൈദികരാണ് പ്രാർത്ഥനാ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നത്. ഇത് കേരളത്തിലെ എല്ലാ സഭകളും തമ്മിലുള്ള വലിയ ഐക്യത്തിൻ്റെ അടയാളമാണ്. കുറവലങ്ങാടും പകലോമറ്റവും എല്ലാ ക്രൈസ്തവരുടെയും തറവാടാണ്. എല്ലാവരും ഒരുമിച്ച് വരുന്ന സ്ഥലമാണ് അർക്കദിയാക്കന്മാരുടെ ആ കബറിടം സ്ഥിതി ചെയ്യുന്ന തറവാട് പള്ളി. അത് യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് എല്ലാ സഭകൾക്കും പ്രാതിനിധ്യവും പങ്കാളിത്തവും നൽകിക്കൊണ്ട് പെരുന്നാളിൻ്റെ കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുകയാണ്. തിരുനാൾ അവസാനിച്ചതിന് ശേഷം പതിവ് പോലെ 10-ാം തീയതി പെരുന്നാളും ദേശക്കഴുന്നും ഉണ്ട്. അതെല്ലാം നോട്ടീസ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എല്ലാ ചടങ്ങുകളിലേക്കും എല്ലാവരെയും ക്ഷണിക്കുകയാണ്. എല്ലാ ക്രമീകരണങ്ങളും ചെയ്ത് പൂർത്തിയാക്കിയിട്ടുണ്ട്. മറ്റൊരു പ്രത്യേകത, ഈ പെരുന്നാൾ, 3 നോമ്പ് പെരുന്നാൾ പള്ളിയുടെ മതിൽക്കെട്ടുകൾക്കുള്ളിൽ നടക്കുന്ന ഒരു തിരുനാൾ എന്ന നിലയ്ക്കല്ല, അതിനപ്പുറത്തേക്ക് വിശാലമായി ഈ ദേശത്തിൻ്റെ ഒരു ഉത്സവം കൂടിയായി ആണ് പള്ളി കാണുന്നത്. ഈ ദേശത്തുള്ള നാനാജാതി മതസ്ഥരായിട്ടുള്ള ആളുകളുടെയും കൂടി ഒരു ഉത്സവമാണ്. ആ നിലയ്ക്ക് ഈ ദേശവും വീടുകളുമെല്ലാം അലങ്കരിക്കുമെന്ന് വ്യാപാരി വ്യവസായികളുമെല്ലാം പിന്തുണ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ തിരുനാൾ ഈ ദേശത്തെ പ്രത്യേകിച്ച് വ്യാപാരികളുടെയും കൂടി ഒരു ദിവസങ്ങളാണ്. അവർക്ക് വലിയ ഒരു കച്ചവടവും ഒക്കെ നടത്താനുള്ള ഒരു സന്ദർഭം കൂടിയാണല്ലോ എല്ലാ തിരുനാളുകളും ഉത്സവങ്ങളും. ആ നിലയ്ക്ക് ഒരു പ്രാമുഖ്യം കൂടി കിട്ടത്തക്ക തരത്തിൽ ഇപ്രാവശ്യം കുറവലങ്ങാട് തിരുനാളിനോടനുബന്ധിച്ച് ഒരു കുറവലങ്ങാട് ഫെസ്റ്റ് കൂടി സംഘടിപ്പിക്കുകയാണ്. ഈ കുറവലങ്ങാട് ഫെസ്റ്റ് നടത്തുന്നത് നമ്മുടെ അഭിമാനമായിട്ടുള്ള ദേവമാതാ കോളേജ് ഓട്ടോണമസും അതിൽ നേതൃത്വം കൊടുക്കുന്നത് മാസ് എന്ന് വിളിക്കപ്പെടുന്ന സാംസ്കാരിക സംഘടനയും കൂടിയാണ്. മാസ് എന്ന സാംസ്കാരിക സംഘടന കുറേ വർഷങ്ങളായിട്ട് ഈ കുറവലങ്ങാടിൻ്റെ സാംസ്കാരിക മേഖലയ്ക്ക് ഊന്നൽ നൽകാനും പ്രോത്സാഹനം നൽകാനും വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സന്നദ്ധ പ്രവർത്തകരുടെ ഒരു സമിതിയാണ്. ആ സമിതി വളരെ നിസ്വാർത്ഥമായിട്ട് കലയോടും സംസ്കാരത്തോടുമുള്ള പ്രതിബദ്ധത മാത്രം
മുൻനിർത്തിക്കൊണ്ട് ഒട്ടനവധി പരിപാടികൾ ഇവിടെ നടത്തുന്നുണ്ട്. ഇവിടുത്തെ കലാകാരന്മാരെയും കുറവലങ്ങാടിൻ്റെ തനതായ സംസ്കാരത്തെയും എല്ലാം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ധാരാളം പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. മിക്കപ്പോഴും ആ പ്രവർത്തനങ്ങളെല്ലാം അവർ നടത്തുന്ന വേദി ദേവമാതാ കോളേജാണ്. അതുകൊണ്ട് തന്നെ ദേവമാതാ കോളേജിനോട് സഹകരിച്ചുകൊണ്ട് നമ്മുടെ കോളേജിൻ്റെ ഗ്രൗണ്ടിൽ രാത്രിയും പകലും എല്ലാ ആളുകൾക്കും വന്ന് കൂടാനും അതുപോലെ അവർക്ക് സാധനങ്ങൾ വാങ്ങാനും വിനോദങ്ങളിൽ ഏർപ്പെടാനും ഭക്ഷണ കഴിക്കാനും ഒക്കെയുള്ള വേദി ഒരുക്കിക്കൊണ്ടുള്ള ഒരു കുറവലങ്ങാട് ഫെസ്റ്റിന് കൂടി ഒരു ആരംഭം കുറിക്കുകയാണ് ഈ പ്രാവശ്യത്തെ തിരുനാളിനോടനുബന്ധിച്ച്. ആ ഫെസ്റ്റിലേക്കും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പത്രപ്രവർത്തകരെല്ലാം ഈ നാടിൻ്റെ ഒരു സാമൂഹികമായ ഒരു മുഖം കൂടിയാണ്. തിരുനാളെന്ന് പറയുമ്പോൾ പള്ളിക്കുള്ളിലുള്ള ഒരു ആത്മീയമായ ഒരു മുഖമാണല്ലോ അതിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. എന്നാൽ ഇവിടുത്തെ പൊതുസമൂഹത്തെ കൂടി ചേർത്ത് പിടിക്കുന്ന ഒരു കാര്യമാണ് ഈ കുറവലങ്ങാട് ഫെസ്റ്റ്. വരും കാലങ്ങളിൽ അത് വളർന്ന് നമ്മുടെ എല്ലാവരും അറിയപ്പെടുന്ന ഈ കുറവലങ്ങാട്ടേക്ക് ഈ ദേശത്ത് നിന്ന് പുറത്തുനിന്നുള്ളവർ പോലും വരുന്ന ഒരു സാഹചര്യം വളർത്തുന്ന തരത്തിൽ ഈ കുറവലങ്ങാട് ഫെസ്റ്റ് വളർന്നു വരണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിലേക്കും എല്ലാവരുടെയും ശ്രദ്ധ ക്ഷണിക്കുകയാണ്. പത്രപ്രവർത്തകരുടെയും എല്ലാം വലിയ ഒരു പിന്തുണ അക്കാര്യത്തിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുകയും കൂടിയാണ്. ആളുകൾ രാവും പകലും പള്ളിയിൽ താമസിച്ച് തുടർച്ചയായിട്ട് ഭജന ഇരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ സാഹചര്യം പരിഗണിച്ച് വരും വർഷങ്ങളിൽ നമുക്ക് രാവും പകലും പള്ളി തുറന്ന് ഇടാനായിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്യാൻ സാധിക്കും. 8 നോമ്പിൻ്റെ ദിവസങ്ങളിലല്ലേ നമ്മൾ രാവും പകലും പള്ളി തുറന്നിടുകയുണ്ടായിരുന്നു. അതുപോലെ കരുണയുടെ വർഷത്തിൽ ഒരു വർഷം മുഴുവൻ ഈ ദേവാലയം അടയ്ക്കാതെ തുറന്നിട്ടിരുന്നു. അതുപോലെ ഭാവിയിൽ അത് ആളുകളുടെ ഒരു വിശ്വാസികളുടെ ഒരു ആവശ്യമായിട്ട് കാണുകയാണെങ്കിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ഈ പള്ളി വിശ്വാസികൾക്ക് വേണ്ടിയിട്ട് ആവശ്യമുള്ളത്ര സമയം പൂർണ്ണ സമയവും തുറന്നു കൊടുക്കുകയും അവർക്കിവിടെ താമസിക്കണമെങ്കിൽ അതിനുള്ള ക്രമീകരണങ്ങളും എല്ലാം ചെയ്യുന്നതാണ്. അത് കൂടാതെ തന്നെ കുറവലങ്ങാട് പള്ളിയിൽ പെരുന്നാളിന് വരുന്ന ആളുകൾ എല്ലാവരും ദൂരദേശങ്ങളിൽ വരുന്നവരൊക്കെ ഇവിടെ വരുമ്പോൾ അവരുടെ ബന്ധുവീടുകളിലേക്കാണ് വരുന്നത്. അവർക്ക് അവരുടെ ബന്ധുവീടുകളിലെല്ലാം അവർ താമസം ഒരുക്കുന്നുണ്ട്. എല്ലാ വീടുകളിലും ഈ ദൂരദേശത്ത് നിന്ന് വരുന്ന അവരുടെ ബന്ധുജനങ്ങളെല്ലാം ഒരുമിച്ച് വരുന്നത് കൊണ്ട് പലപ്പോഴും 3 നോമ്പിൻ്റെ ആ നോമ്പ് ചൈതന്യം കുറച്ച് നഷ്ടമായിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ആ എല്ലാ വീടുകളും ഇവിടുത്തെ 3500 കുടുംബങ്ങളും അവരുടെ വീടുകളിലേക്ക് വരുന്ന അവരുടെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും എല്ലാം സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായിരിക്കുകയും കൂടിയാണ്. മുത്തിയമ്മയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ആശംസിക്കുകയും നേരുകയും ചെയ്യുകയാണ്.